താനൂർ സംഘർഷവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ പരാതി നൽകിയ യുവതിക്ക് നേരെ നവമാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ പ്രചരിക്കുന്നതായി പരാതി. ഇതിനെ തുടർന്ന് താനൂർ സ്വദേശിയായ യുവതി പോലീസിന് പരാതി നൽകി. കഴിഞ്ഞ 17-ാം തീയതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ താനൂരിൽ പൊതുയോഗത്തിൽ പങ്കെടുക്കാനെത്തിയത്. ഇതിനിടയിലാണ് താനൂർ ആൽബസാർ സ്വദേശിനിയായ റാഷിദ തന്റെ വീട് തകർത്ത അക്രമികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് സ്വസ്ഥമായി ജീവിക്കാൻ സൌകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് പരാതിയുമായി മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയത്. സ്റ്റേജിലെത്തിയ റാഷിദ പരാതി നൽകിയ ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഹസ്തദാനം നൽകിയത്. ഈ ഫോട്ടോ ഉപയോഗിച്ചാണ് യുവതിയെ അപകീർത്തിപ്പെടുത്തുന്നത്. വ്യാജ അക്കൌണ്ട് വഴിയാണ് റാഷിദയ്ക്ക് നേരെയുള്ള കടന്നാക്രമണം. സംഭവത്തിന് പിന്നിൽ ലീഗ് പ്രവർത്തകരാണെന്ന് റാഷിദ ആരോപിച്ചു. നവമാധ്യമങ്ങളിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തിയവർക്കെതിരെ ഉന്നത പോലീസ് അധികാരികൾക്ക് പരാതി നൽകിയിരിക്കുകയാണ് റാഷിദ. മുഖ്യമന്ത്രിയും എംഎൽഎയും അടങ്ങുന്ന വേദിയുടെ ഫോട്ടോ ഉപയോഗപ്പെടുത്തി വളരെ മോശമായ രീതിയിൽ യുവതിയെ ചിത്രീകരിച്ചാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ബ്യൂറോ, താനൂർ. മുഖ്യമന്ത്രി പിണറായി വിജയന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താലും സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മുന്നിൽ താനൂരിലെ ദുരിതകഥകൾ പറഞ്ഞതിനെതിരെയും മുസ്ലിം ലീഗിന് എന്തിനാണ് ഇത്ര പൊള്ളൽ? ഒരു യുവതിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തുന്ന ചിത്രങ്ങളും പരാമർശങ്ങളുമായി ഒരു കൂട്ടം പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിനെതിരെ പ്രതികരിക്കാൻ താനൂരിൽ നിന്നും അപകീർത്തി ഇടയാക്കിയ യുവതി മലബാർ ടൈംസിനോടൊപ്പമുണ്ട്. അവരുടെ പേര് ഒരുപക്ഷെ പറയാൻ സാഹചര്യമില്ലെങ്കിലും നവമാധ്യമങ്ങളിൽ ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ മലബാർ ടൈംസ് തന്നെ അവരുടെ പേര് പറയുകയാണ്. റാഷിദ എന്നാണ് ആ യുവതിയുടെ പേര്. ഇവർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിവിധ തരങ്ങളിലുള്ള അപകീർത്തിപ്പെടുത്തുന്ന ലൈംഗിക ചൊവ്വയുള്ള പരാമർശങ്ങളും ചിത്രങ്ങളും പ്രചരിക്കുകയാണ്. അവരുടെ പ്രതികരണത്തിലേക്ക്. ഹലോ ശ്രീമതി റാഷിദ, താങ്കൾ അറിഞ്ഞു കാണും, താങ്കൾക്കെതിരെ നവമാധ്യമങ്ങളിൽ മുസ്ലിം ലീഗിന്റെ പേരിൽ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തകരുടെ പേരിൽ നവമാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തുന്ന ലൈംഗിക ചൊവ്വയുള്ള ചിത്രങ്ങളും അതിനോടൊപ്പമുള്ള പരാമർശങ്ങളും എഴുതിയുള്ള പോസ്റ്റുകൾ. എന്താണ് ഇത്തരമൊരു സാഹചര്യത്തിന് വഴിവെക്കാനുണ്ടായ കാരണം? അതെന്ന് വെച്ചാല് നാട്ടില് സിപിഎം മുസ്ലിം ലീഗ് കലാപം എന്ന് പറഞ്ഞിട്ടൊരു കലാപം ഉണ്ടായി. പക്ഷെ അതില് എന്റെ വീടുകൾ പൊളിച്ചത് പോലീസുകാരൊന്നുമല്ല. എന്റെ വീട് ആക്രമിച്ച വ്യക്തികൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാ. ഞാനത് കണ്ടതുവാ. ആ കണ്ട സംഭവം ഞാനത് ഏരിയ സെക്രട്ടറി ഉണ്ടായിരുന്നു, ഒരുപാട് പ്രവർത്തകരുണ്ടായിരുന്നു. അവരോടെല്ലാം ഞാൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഇവിടെ ആക്രമിച്ചത് പോലീസുകാരല്ല, ഇവിടെ ആക്രമിച്ചത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാ. ഒരു പറ്റം ഗുണ്ടകളാ, അല്ലെങ്കിൽ തീവ്രവാദികൾ തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരുപാട് ഒരു 10 മാസത്തോളമായി ഈ ഇലക്ഷൻ കഴിഞ്ഞ സമയം മുതൽ അവിടുത്തെ സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഞാനത് വെട്ടി തുറഞ്ഞ് പറഞ്ഞു മാധ്യമങ്ങളോടും കോടിയേരി സാറിനോടും. അതാണ് എന്നെ അപകീർത്തിപ്പെടുത്താനുണ്ടായ ശ്രമം. താങ്കൾ ഒരു സിപിഎം പ്രവർത്തക അല്ലെങ്കിൽ ഡിവൈഎഫ്ഐ അനുഭാവിയാണോ? ഞാനൊരു സിപിഎം പ്രവർത്തകയല്ല, ഞാനൊരു പെൺകുട്ടിയാണ്. പക്ഷെ ഈ സമയം മുതൽ ഞാൻ അങ്ങനെ ഒരു വ്യക്തിയോട് ഞാൻ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു മാധ്യമങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട് ഞാനൊരു സിപിഎം വ്യക്തി അല്ലെങ്കിൽ ഒരു സിപിഎം അനുഭാവി എന്ന് പറയുകയാണെങ്കിൽ ഇനി എനിക്ക് പ്രശ്നമില്ല. എന്തിനാണ് ഒരുപാട് റാഷിദയെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ എന്താണ്? ഒരുപക്ഷെ മുസ്ലിം ലീഗിനെതിരെ വ്യക്തമായ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ ഇത്തരമൊരു സാഹചര്യം അവരുടെ ഭാഗത്തു ഉണ്ടായിരിക്കുന്നത്? അത് തന്നെയാണ്. മുസ്ലിം ലീഗിനെതിരെ ഞാൻ പരാതിപ്പെട്ടിരുന്നു. എന്റെ വീട് പൊളിച്ചതിന് ഞാൻ ഓൾറെഡി കംപ്ലൈന്റ് കൊടുത്തതാണ്. പോരാത്തതിന് ഇങ്ങനെ പാർട്ടി പ്രവർത്തകർ വീട്ടിലേക്ക് സന്ദർശിക്കാൻ വന്നപ്പോ കാര്യങ്ങൾ പറഞ്ഞതോ അവർ ജനൽ ചില്ല് ഗ്ലാസുകളെല്ലാം അടിച്ചു വയ്ക്കുമ്പോ ഒരു വീട്ടിലെ ഉമ്മ, ഞാൻ, കുട്ടികള് എല്ലാരും വീട്ടിന്റെ ഉള്ളിലുണ്ട്. ശരീരത്തിലേക്കാണ് ഗ്ലാസുകൾ വന്ന് തറക്കുന്നത്. കാണുന്നുണ്ട് ആൾക്കാരെ. വ്യക്തമാക്കി. റാഷിദയെ അപകീർത്തിപ്പെടുത്തുന്ന ചിത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? പ്രചരിപ്പിച്ചിരുന്നു. അത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഒറിജിനൽ ഐഡി എന്നല്ല എനിക്ക് പ്രചരിപ്പിക്കുന്നത്, ഫേക്ക് ഐഡി ആണ്. ഒറിജിനൽ ഐഡിന്നും പ്രചരിപ്പിക്കുന്നു, ഫേക്ക് ഐഡിന്നും പ്രചരിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. നവമാധ്യമങ്ങൾ അതെന്തായാലും. നിയമ നടപടികളുമായി റാഷിദ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട്. നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും.
ഒരു പാർട്ടി പ്രവർത്തകയല്ല അനുഭാവിയല്ല എന്ന് റാഷിദ പറയുന്നു. പിന്നെ എങ്ങനെയാണ് ഒരുപാട് പേർ പോലീസിനെതിരെയും മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെയും താനൂരിൽ മൊഴി നൽകുകയും പരാതി നൽകുകയും ചെയ്തിരുന്നു ലീഗ് പ്രവർത്തകർക്കെതിരെ. പിന്നെ ഒരാളെ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ശക്തമായ അടിച്ചമർത്തൽ അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? അത് ഞാൻ പറഞ്ഞല്ലോ, പിണറായി സാറ് 17-ന് താനൂരിൽ നടത്തിയ പരിപാടിയിൽ ഞാൻ പിണറായി സാറിന് ഒരു നിവേദനം നൽകി. അന്ന് മുതലേ എനിക്ക് ഭീഷണിയുണ്ട്. ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴി ഞാൻ ഡ്രൈവ് ചെയ്യുന്ന വ്യക്തിയാണ്, എന്നെയും എന്റെ വണ്ടിയും കത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ താത്തയുടെ കുട്ടികള് ഷോപ്പിൽ പോയപ്പോ അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നെ കൊല്ലുന്ന്. ആ സമയം മുതലേ ഉണ്ട് ഭീഷണി. ഇപ്പൊ ഈ ഒരു സമയത്ത് അവിടെ സംസാരിക്കാൻ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ വീട്ടില്. അവിടെ ആണുങ്ങൾ ആരുമില്ല. എന്റെ ഉമ്മ എന്ന് പറഞ്ഞാല് പിന്നെ ഒരു സാധു സ്ത്രീയാണ്. എന്റെ ഉമ്മക്ക് അങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് സംസാരിക്കാൻ അറിയില്ല. ഞാനാണ് എന്റെ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞത്. ആ പറഞ്ഞിട്ട് ഞാൻ വെട്ടി തുറന്ന് ചെയ്ത വ്യക്തികളുടെ പേര് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അറിയാവുന്നത് കൊണ്ടാണ് പറഞ്ഞത്, അല്ലാണ്ട് ഒരാളെ സംശയിച്ചിട്ടോ ഒന്നുമല്ല. ചെയ്തത് മുസ്ലിം ലീഗ് പ്രവർത്തകരാണെന്ന് അത്രയും ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാ പറഞ്ഞത്. റാഷിദ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവർ ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? കേസെടുത്തിട്ടുണ്ട്. അറസ്റ്റ് ചെയ്യാൻ ഇവർ ഒളിവിലാണ്. ഇവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ്. എന്തായാലും